എന്താണ് വഖഫ് നിയമം? പഴയ വഖഫ് നിയമം എന്തായിരുന്നു? പുതിയത് എന്തുകൊണ്ട് വന്നു? മുനമ്പം ഭൂമി വിവാദം എങ്ങനെ ഇതിനെ സ്വാധീനിച്ചു? വഖഫ് ട്രൈബ്യൂണൽ 1995 വഖഫ് ആക്ട് എന്ന പേര് മാറ്റി യൂണിഫൈഡ് വഖഫ് മാനേജ്മെന്റ് എംപവർമെന്റ് എഫിഷ്യൻസി ആൻഡ് ഡെവലപ്മെന്റ് ആക്ട് എന്നാക്കി മാറ്റി. പഴയ നിയമം ഒരു വശത്ത് 600-ലധികം കുടുംബങ്ങളും ഉപജീവനവും അവരുടെ അവകാശവും സംരക്ഷിക്കണം. മറുവശത്ത് വഖഫ് ബോർഡിന്റെ നിയമപരമായ തുടങ്ങി ക്രയവിക്രയങ്ങൾ, നികുതി തർക്കങ്ങൾ, കോടതി ഇടപെടലുകൾ എന്നിവയിലൂടെ ഇത് സങ്കീർണമായി. സംസ്ഥാന വഖഫായി രജിസ്റ്റർ ചെയ്ത ഭൂമി വിൽക്കാൻ പാടില്ല എന്ന നിയമവ്യവസ്ഥയാണ് പിന്നീട് പ്രശ്നങ്ങൾക്ക് കാരണമായത്. നമസ്കാരം, മറ്റൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. 1902 ഗുജറാത്തിൽ നിന്നുള്ള അബ്ദുൽ സത്താർ എന്ന വ്യവസായി കൊച്ചിയിലെത്തി അവിടെ ഒരു 400 ഏക്കർ ഭൂമി സ്വന്തമാക്കി. ഈ ഭൂമി പിന്നീട് 1948 അദ്ദേഹം കോഴിക്കോടുള്ള ഒരു കോളേജിന് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി വഖഫായി സമർപ്പിച്ചു. ഇസ്ലാമിക വിശ്വാസപ്രകാരം ഒരാൾ തൻ്റെ സ്വത്ത്, അത് ഭൂമിയോ കെട്ടിടമോ പണമോ ആകട്ടെ, ദൈവത്തിൻ്റെ പേര് നൽകി മതപരമോ ജീവകാരുണ്യപരമോ സാമൂഹികമായോ ആവശ്യങ്ങൾക്ക് സമർപ്പിക്കുന്നതാണ് വഖഫ്. ഒരിക്കൽ വഖഫ് ആയാൽ ആ സ്വത്ത് വിൽക്കാനോ കൈമാറ്റം ചെയ്യാനോ പാടില്ല. അത് എന്നേക്കും ദൈവത്തിൻ്റെ സ്വത്തായി മാറുന്നു. എന്നാൽ ഈ വഖഫ് ഭൂമിയായി രജിസ്റ്റർ ചെയ്യപ്പെട്ടതിന് ശേഷവും ഫാറൂഖ് കോളേജ് ഈ ഭൂമി വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചില്ല. 404 ഏക്കർ ഭൂമി, 600-ലധികം കുടുംബങ്ങൾ. 1940-കളിൽ ഈ ഭൂമി ഫാറൂഖ് കോളേജിൻ്റെ ഉടമസ്ഥതയിലായിരുന്നു. 1960-കളിൽ കോളേജ് മാനേജ്മെൻറ്റ് ഈ ഭൂമി വിൽപ്പന നടത്തി. പലരും അവിടെ വീട് വെച്ച് താമസം തുടങ്ങി. ചിലർ 50-60 വർഷമായി അവിടെ ജീവിക്കുന്നു. പക്ഷേ എന്നാൽ വഖഫായി രജിസ്റ്റർ ചെയ്ത ഭൂമി വിൽക്കാൻ പാടില്ല എന്ന നിയമവ്യവസ്ഥയാണ് പിന്നീട് പ്രശ്നങ്ങൾക്ക് കാരണമായത്. 2007 VS അച്യുതാനന്ദൻ സർക്കാർ വഖഫ് സ്വത്തുക്കളുടെ കൈമാറ്റം പഠിക്കാൻ ജസ്റ്റിസ് MA നിസാർ കമ്മീഷനെ നിയോഗിച്ചതോടെ ഈ വിഷയം വീണ്ടും സജീവമായി. 2010 കമ്മീഷൻ റിപ്പോർട്ട് മുനമ്പം ഭൂമി വഖഫ് സ്വത്താണെന്ന് സ്ഥിരീകരിച്ചതോടെ തർക്കം കൂടുതൽ രൂക്ഷമായി. അതിനാൽ 1948 വഖഫ് സമർപ്പണമാണ് മുനമ്പം വഖഫ് വിഷയത്തിൻ്റെ തുടക്കമായി കണക്കാക്കുന്നത് എങ്കിലും അത് പൊതുവിൽ വിവാദമായത് 2000-ങ്ങൾക്ക് ശേഷമാണ്. താമസക്കാർ പറയുന്നത് തങ്ങൾ പതിറ്റാണ്ടുകളായി ഭൂമിക്ക് നികുതി അടച്ചിരുന്നു എന്നാണ്. എന്നാൽ വഖഫ് ബോർഡ് ഈ ഭൂമി തങ്ങളുടേതാണെന്ന് അവകാശപ്പെട്ടതോടെ റവന്യൂ വകുപ്പ് നികുതി സ്വീകരിക്കുന്നത് നിർത്തി. 2024 സർക്കാർ താമസക്കാർക്ക് വീണ്ടും നികുതി അടക്കാൻ അനുമതി നൽകിയെങ്കിലും വഖഫ് സംരക്ഷണ സമിതി ഹൈക്കോടതിയിൽ ഹർജി നൽകി. അതിന് സ്റ്റേ ലഭിച്ചു. സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ ഇരുവശത്തു നിന്നുമുള്ള സമ്മർദ്ദത്തിലാണ്. ഒരു വശത്ത് 600-ലധികം കുടുംബങ്ങളും ഉപജീവനവും അവരുടെ അവകാശവും സംരക്ഷിക്കണം. മറുവശത്ത് വഖഫ് ബോർഡിന്റെ നിയമപരമായ അവകാശവും കോടതി തീരുമാനങ്ങളും പാലിക്കുകയും വേണം. മുനമ്പം വിഷയം ചരിത്രപരവും നിയമപരവുമായ സാമൂഹികവുമായ വിവിധ തലങ്ങൾ ഉൾക്കൊള്ളുന്നു. അബ്ദുൽ സത്താർ സേട്ടിന്റെ വഖഫ് സമർപ്പണത്തിൽ തുടങ്ങി ക്രയവിക്രയങ്ങൾ, നികുതി തർക്കങ്ങൾ, കോടതി ഇടപെടലുകൾ എന്നിവയിലൂടെ ഇത് സങ്കീർണമായി. സംസ്ഥാന സർക്കാർ പരിഹാരം തേടുമ്പോൾ മുനമ്പം തർക്കത്തെ മുസ്ലിം വിരുദ്ധ വികാരം ആളിക്കത്തിക്കാൻ ഉപയോഗിക്കുന്നതായും വിമർശനമുണ്ട്. കിട്ടിയ അവസരം കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ ലാഭം കൊയ്യാൻ ശ്രമിക്കുന്നതായി എതിർകക്ഷികൾ വിമർശിക്കുന്നു. എന്തൊക്കെ പറഞ്ഞാലും ആത്യന്തികമായി ഇത് അവിടെ ജീവിക്കുന്ന സാധാരണക്കാരായ മനുഷ്യരുടെ പ്രശ്നമാണ്. അവർ കാലാകാലങ്ങളായി താമസിച്ച വീടും ഭൂമിയും നിയമത്തിൻ്റെ നൂലാമാലകളുടെയും സാങ്കേതികത്വങ്ങൾ പറഞ്ഞും തീരുമാനമാകാതെ അനിശ്ചിതമായി മുന്നോട്ട് പോകുന്നത് ഒരിക്കലും നല്ല കാര്യമല്ല. ഈ സാഹചര്യത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ വിഷയം രാഷ്ട്രീയപരമായി ചൂടുപിടിക്കുന്നതും പഴയ നിയമത്തിൽ ഭേദഗതി വരുത്തി പുതിയ നിയമം കൊണ്ടുവരാനുള്ള അവസ്ഥാവിശേഷം സംജാതമാകുന്നതും. ഈ സാഹചര്യത്തിലാണ് ഈ വിഷയം ഇന്നത്തെ വീഡിയോക്ക് നമ്മൾ തിരഞ്ഞെടുക്കാൻ കൂടി കാരണം. എന്താണ് വഖഫ് നിയമം? പഴയ വഖഫ് നിയമം എന്തായിരുന്നു? പുതിയത് എന്തുകൊണ്ട് വന്നു? മുനമ്പം ഭൂമി വിവാദം എങ്ങനെ ഇതിനെ സ്വാധീനിച്ചു? വഖഫ് ട്രൈബ്യൂണലുകൾ എന്താണ് ചെയ്യുന്നത്? പഴയ ഹിന്ദു കോഡ് ബില്ലിൻ്റെ കഥയും കോടതി ഇടപെടലുകളും, പുതിയ നിയമത്തിൻ്റെ പിന്നിലെ സാഹചര്യങ്ങളും. ആദ്യം നമുക്ക് മനസ്സിലാക്കാം എന്താണ് വഖഫ് എന്ന് പറയുന്നത്. വഖഫ് എന്നത് ഒരു അറബി വാക്കാണ്. അതിൻ്റെ അർത്ഥം നിർത്തിവെക്കുക അല്ലെങ്കിൽ തടഞ്ഞു വെക്കുക എന്നതാണ്. ഉദാഹരണത്തിന് ഒരാൾ തൻ്റെ 1 ഏക്കർ ഭൂമി ഒരു പള്ളി നിർമ്മിക്കാൻ വഖഫായി നൽകുന്നു. ആ ഭൂമി പിന്നീട് ആ പള്ളിയുടെ പ്രവർത്തനങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാവൂ. അതിൽ ഒരു മാളോ ഹോട്ടലോ പണിയാൻ പറ്റില്ല. ഇന്ത്യയിൽ പല പള്ളികൾ, മദ്രസകൾ, ഖബറിസ്ഥാനുകൾ, യത്തീംഖാനകൾ ഇതെല്ലാം വഖഫ് സ്വത്തുക്കളാണ്. ഒരു കണക്ക് പറഞ്ഞാൽ ഇന്ത്യയിൽ 3 ലക്ഷത്തിലധികം വഖഫ് സ്വത്തുക്കളുണ്ടെന്നാണ് കണക്ക്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകും ഇതൊരു മനോഹരമായ ആശയമല്ലേ എന്ന്. പക്ഷേ ഈ ആശയത്തെ നിയന്ത്രിക്കാൻ വന്ന നിയമങ്ങൾ പലപ്പോഴും വിവാദമായി. എന്തുകൊണ്ട്? അതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത്. ഇനി നമുക്ക് പഴയ വഖഫ് നിയമത്തിലേക്ക് വരാം. ഇന്ത്യയിൽ വഖഫ് സ്വത്തുക്കളെ നിയന്ത്രിക്കാൻ ആദ്യം ഒരു നിയമം വന്നത് 1913-ലാണ്. മുസ്ലിം വഖഫ് സാധൂകരണ നിയമം. പിന്നീട് 1954 വഖഫ് ആക്ട് വന്നു. പക്ഷേ 1995 വഖഫ് ആക്ടാണ് നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത്. ഈ നിയമം എന്താണ് ചെയ്തത്? ഓരോ സംസ്ഥാനത്തും വഖഫ് ബോർഡുകൾ സ്ഥാപിച്ചു. കേന്ദ്രത്തിന് ഒരു വഖഫ് കൗൺസിൽ നിലവിൽ വന്നു. വഖഫ് സ്വത്തുക്കളുടെ സംരക്ഷണം, പരിപാലനം തുടങ്ങിയവയെല്ലാം ഈ ബോർഡുകളുടെ ഉത്തരവാദിത്തമായി. ഒരു സ്വത്ത് വഖഫാണോ അല്ലയോ എന്ന് തീരുമാനിക്കാൻ ബോർഡിന് അധികാരം കൊടുത്തു. സെക്ഷൻ 40 എന്നൊരു വ്യവസ്ഥയിലൂടെ ഇവിടെ ഒരു ട്വിസ്റ്റ് വന്നു. ഈ സെക്ഷൻ 40 പറയുന്നത് ഒരു സ്വത്ത് വഖഫാണെന്ന് ബോർഡ് കരുതിയാൽ അവർക്ക് അത് കൈവശപ്പെടുത്താം. ഒരു ബോർഡിന് ഇത്രയും വലിയ അധികാരം കൊടുക്കുന്നത് ശരിയാണോ? പിന്നെ വഖഫ് ട്രൈബ്യൂണലുകൾ വന്നു. എന്താണ് ഈ ട്രൈബ്യൂണലുകൾ? ഒരു സ്വത്തിൻ്റെ ഉടമസ്ഥയെക്കുറിച്ച് തർക്കം വന്നാൽ ഇത് പരിഹരിക്കാൻ ഈ ട്രൈബ്യൂണലുകൾക്ക് അധികാരം.
സിവിൽ കോടതികൾക്ക് ഇതിൽ ഇടപെടാൻ പറ്റില്ല. ഈ ട്രൈബ്യൂണലിൽ ആരൊക്കെയാണുള്ളത്? ഒരു ചെയർപേഴ്സൺ, ജില്ലാ ജഡ്ജിയോ സംസ്ഥാന ജുഡീഷ്യൽ ഓഫീസറോ, ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ, മുസ്ലിം നിയമത്തിൽ വിദഗ്ധരെന്ന് കരുതുന്ന ഒരാൾ. ഇവർ 3 പേർ ചേർന്നാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. പക്ഷേ അവിടെ ഒരു പ്രശ്നം വന്നു. ഈ ട്രൈബ്യൂണലുകൾ പലപ്പോഴും വഖഫ് ബോർഡിൻ്റെ താൽപ്പര്യങ്ങൾക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്നുവെന്ന് ആരോപണമുയർന്നു. ബോർഡിന് അമിതാധികാരം, സുതാര്യതയില്ല, സ്വത്തുക്കൾ ദുരുപയോഗം ചെയ്യുന്നു. ഇതെല്ലാം കേട്ടപ്പോൾ ഒരു പുതിയ നിയമം വേണമെന്ന ആവശ്യമുയർന്നു. എന്താണ് ആ പുതിയ നിയമം? അതിലേക്ക് നമുക്ക് പോകാം. ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് 2024 വഖഫ് ഭേദഗതി ബിൽ എന്ന പുതിയ നിയമത്തിലാണ്. 2024 ഓഗസ്റ്റിൽ കേന്ദ്ര സർക്കാർ ഈ ബിൽ പാർലമെന്റിൽ കൊണ്ടുവന്നു. പിന്നീട് ഒരു സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിട്ടു. 2025 ബജറ്റ് സെഷനിൽ ഇത് വീണ്ടും ചർച്ചയാവുകയാണ്. ഈ പുതിയ ബിൽ എന്താണ് കൊണ്ടുവന്നത്? നമുക്ക് ഒന്നൊന്നായി നോക്കാം. പഴയ നിയമത്തിൽ ബോർഡിനുണ്ടായിരുന്ന അമിത അധികാരം ഈ നിയമം വഴി കുറക്കപ്പെട്ടു. ഇനി ഒരു സ്വത്ത് വഖഫാണോ എന്ന് തീരുമാനിക്കാൻ ജില്ലാ കളക്ടറുടെ അനുമതി വേണം. എല്ലാ വഖഫ് സ്വത്തുകളും ഓൺലൈൻ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം. ആർക്കാണ് ഗുണം ലഭിക്കുന്നത്, എങ്ങനെ ഉപയോഗിക്കുന്നു, ഇതെല്ലാം പൊതുജനങ്ങൾക്ക് കാണാൻ സാധിക്കും. വഖഫ് ബോർഡുകളുടെയും ട്രൈബ്യൂണലുകളിലും അമുസ്ലിം അംഗങ്ങളും സ്ത്രീകളും വേണമെന്ന് നിർദ്ദേശിച്ചു. 1995 വഖഫ് ആക്ട് എന്ന പേര് മാറ്റി യൂണിഫൈഡ് വഖഫ് മാനേജ്മെന്റ്, എംപവർമെന്റ്, എഫിഷ്യൻസി ആൻഡ് ഡെവലപ്മെന്റ് ആക്ട് എന്നാക്കി മാറ്റി. പഴയ നിയമത്തിൽ ഒരു സ്വത്ത് വർഷങ്ങളായി വഖഫ് ആയി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് വഖഫാണെന്ന് പറയാമായിരുന്നു. ഇത് പുതിയ ബില്ലിൽ നിന്ന് നീക്കി. ഒരു വശത്ത് സുതാര്യതയും നീതിയും വരുന്നതല്ലേ എന്ന് തോന്നാം. പക്ഷേ മറുവശത്ത് ഒരു വലിയ വിവാദവും ഉയർന്നു വരുന്നു. മുസ്ലിം സമുദായത്തിലെ പലരും പറയുന്നത് ഇത് ഞങ്ങളുടെ മതപരമായ അവകാശങ്ങളിലുള്ള ഇടപെടലാണ് എന്നാണ്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 26 പ്രകാരം മതസ്വാതന്ത്ര്യം ലംഘിക്കപ്പെടുന്നുവെന്ന് അവർ വാദിക്കുന്നു. ചിലർ ചോദിക്കുന്നു, എന്തിനാണ് അമുസ്ലിം അംഗങ്ങളെ ബോർഡിൽ ഉൾപ്പെടുത്തുന്നത്? മറ്റു ചിലർ പറയുന്നു ഇതൊരു രാഷ്ട്രീയ നീക്കമാണ്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഈ മാറ്റങ്ങൾ ശരിയാണോ, അതോ പഴയത് തന്നെ മതിയായിരുന്നോ? അധികാരം കുറച്ച് കൂടുതൽ സുതാര്യത കൊണ്ടുവരാൻ ശ്രമിക്കുന്നുവെന്നാണ് പുതിയ ബിൽ കൊണ്ടുവരുന്ന ആളുകൾ ഇതിനെക്കുറിച്ച് പറയുന്നത്. നമ്മളിപ്പോൾ എന്തുകൊണ്ടാണ് 2024 വഖഫ് നിയമ ഭേദഗതി ബിൽ ചർച്ച ചെയ്യുന്നത്? ഇതിന് പിന്നിൽ രാഷ്ട്രീയവും സാമൂഹികവുമായ പല കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം മുനമ്പം വിവാദം തന്നെയാണ്. 600 കുടുംബങ്ങളെ പുറത്താക്കാൻ ശ്രമിച്ചപ്പോൾ അത് ദേശീയ ശ്രദ്ധ നേടി. ക്രൈസ്തവ സംഘടനകൾ, ഹിന്ദു സംഘടനകൾ എല്ലാവരും ചോദിച്ചു, എന്തുകൊണ്ടാണ് മുസ്ലിം സ്വത്തിന് മാത്രം ഇത്രയും പ്രത്യേക അധികാരം? ഉദാഹരണത്തിന് ക്ഷേത്രങ്ങൾക്കോ ഗുരുദ്വാരകൾക്കോ ഇങ്ങനെയൊരു ബോർഡ് ഇല്ലല്ലോ. മോദി സർക്കാർ 2014 മുതൽ ഏകീകൃത നിയമം എന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. വഖഫ് നിയമം പരിഷ്കരിക്കുന്നത് അവരുടെ സബ്ക സാത്ത് സബ്ക വികാസ് എന്ന മുദ്രാവാക്യത്തിന്റെ ഭാഗമായി കാണുന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ ബിൽ ഒരു രാഷ്ട്രീയ നീക്കമായി ചിലർ വിമർശിച്ചു. സാമൂഹിക മാറ്റങ്ങൾ. ഇന്നത്തെ തലമുറ സുതാര്യത ആവശ്യപ്പെടുന്നു. വഖഫ് സ്വത്ത് എവിടെ, എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് അവർ ചോദിക്കുന്നു. ഉദാഹരണത്തിന് 2023 ഒരു സർവേ പറയുകയുണ്ടായി, 60% വഖഫ് സ്വത്തുക്കളുടെ വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭ്യമല്ല. ഈ സമ്മർദ്ദവും പുതിയ നിയമത്തിന് കാരണമായി. പല സ്ഥലങ്ങളിലും വഖഫ് സ്വത്ത് വാണിജ്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചതായി പരാതി ഉയർന്നു. ഡൽഹിയിൽ ഒരു വഖഫ് ഭൂമിയിൽ ഷോപ്പിംഗ് കോംപ്ലക്സ് വന്നത് വലിയ വിവാദമായി. 2022 ഒരു റിപ്പോർട്ട് പറഞ്ഞത് 20% വഖഫ് സ്വത്തുക്കളും ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ട്. ഈ സാഹചര്യങ്ങൾ ഒരു പുതിയ നിയമത്തിന്റെ ആവശ്യകത വ്യക്തമാക്കി. പക്ഷേ എല്ലാവരും ഇത് അംഗീകരിച്ചു? ഇല്ല. മുസ്ലിം സംഘടനകൾ പറയുന്നു ഇത് ഞങ്ങളുടെ മതപരമായ അവകാശങ്ങളെ തകർക്കും. 2024 ഓഗസ്റ്റിൽ പാർലമെന്റിൽ ഈ ബിൽ അവതരിപ്പിച്ചപ്പോൾ വലിയ പ്രതിഷേധങ്ങളായിരുന്നു. ഈ വിവാദം ഇനിയും തുടരുമെന്ന് തോന്നുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? പുതിയ നിയമം ഒരു പുരോഗതിയാണോ അതോ മതസ്വാതന്ത്ര്യത്തിന് ഭീഷണിയാണോ? പഴയ നിയമത്തിന് അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് അത് മുസ്ലിം സമുദായത്തിന് പിന്തുണ നൽകി. പക്ഷേ അമിത അധികാരവും ദുരുപയോഗവും വിവാദമായി. പുതിയ നിയമം സുതാര്യവും നീതിയും കൊണ്ടുവരാൻ ശ്രമിക്കുമെന്ന് കൊണ്ടുവരുന്നവർ പറയുന്നു. പക്ഷേ അതിനെതിരെ ഉയരുന്ന വിമർശനങ്ങളും ന്യായമാണ്. ഇന്ത്യയുടെ മതേതര ഭരണഘടനയിൽ മതവും നിയമവും തമ്മിൽ ഒരു സന്തുലനം വേണം. ഹിന്ദു കോഡ് ബിൽ പോലെ വഖഫ് നിയമവും ഈ സന്തുലനം തേടുകയാണ്.